ഇന്നലത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതായത് 12ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു മണം വന്ന് തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 3 സവാളയാണ്. അതൊന്ന് തൊലിക്ക് കളഞ്ഞ് കഴുകി ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് വെച്ചതാണ്, ചോപ്പ് ചെയ്തെടുത്താണ്. അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു സവാള ഒന്ന് ഒതുങ്ങി വരുന്ന സമയമാകുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. ആ 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, 2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുന്ന ഒരു കട്ട്ലേറ്റ് ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്തത്. കുറച്ച് മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തത്. കളറിന് വേണ്ടിയിട്ടാണ്, കാശ്മീരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാശ്മീരി പ്ലസ് നോർമലുണ്ട്. എരിവ് നോർമൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഓവറല്ലായിരുന്നു. പിന്നെ ഇത് ഒരു 2-2.5 കപ്പോളം വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഉപ്പും കുരുമുളകും കുറച്ച് സോയ സോസും കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ച് ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് 2.5 തൊട്ട് 3 കപ്പ് വരേക്കാകാം. നമുക്ക് കുറച്ചും കൂടെയൊക്കെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ബേക്കറിയിൽ അത്രത്തോളം ചിക്കൻ ചേർക്കൂലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1 തൊട്ട് 1.5 ടീസ്പൂൺ വരേക്കാകാം കുരുമുളകിൻ്റെ പൊടിയാണ്, ഫ്രഷായിട്ട് ചതച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ നല്ലതായിരിക്കും. എപ്പോഴും കട്ട്ലേറ്റിന് കുറച്ച് കുരുമുളക് ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. മീഡിയം ടു സ്മോൾ സൈസിലുള്ള 5 പൊട്ടറ്റോസാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാകും. അതൊന്ന് പുഴുങ്ങി പൊടിച്ച് ചേർത്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇത് തൊലിയൊക്കെ മാറ്റിയിട്ടൊന്ന് പൊടിച്ച് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഇപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് നിറം കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഹെർബ്സൊക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ ചീസൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബേക്കറി സ്റ്റൈൽ കട്ട്ലേറ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ട് ലുലു പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രെഡ് ക്രംസ് ആയിരുന്നു. പിന്നെ ഇത് ഡിപ്പ് ചെയ്യാനുള്ള ലായനിയാണ്. മൈദയും വെള്ളവും പിന്നെ ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പകരമായിട്ട് 1 2 3 മുട്ട ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. എന്തായാലും നമുക്ക് അതിൻ്റെ പുറത്ത് ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ടായി കിട്ടണം, അത്രേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ആ ഒരു ലായനിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ചേർത്ത് ഇട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്നും കോട്ട് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് ഇത് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില സമയത്തിന് ഇങ്ങനെ ഡബിൾ കോട്ടിങ് കൊടുക്കാറുണ്ട്. ഡബിൾ കോട്ടിങ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിരുന്നുണ്ട്. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് ഒരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കൊള്ളാത്ത ബേക്കറിയിൽ നിന്നല്ല, നല്ല ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് എല്ലാം നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ളത് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിന് ഫ്രിഡ്ജിലോട്ട് വെക്കും. ബാക്കിയുള്ള ഞാൻ അത് ഫ്രീസറിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഷീറ്റൊക്കെ വെച്ചിട്ട് ഓരോ ലെയർ വീതം ഒരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ടൊന്ന് ഫ്രീസറിലോട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് നേരത്തെ ഒരു 3-4 മണിയാവുന്നതിന് മുന്നേ തന്നെ തയ്യാറാക്കിയതായിരുന്നു. നമുക്കൊരു 6 മണിയാകുമ്പോഴേ ഞാൻ ഫ്രൈ ആക്കോളാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പുറത്തെടുത്താൽ മതിയാകും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബാക്കി നമുക്ക് 2-3 ദിവസത്തേക്ക് ഇനി ഇത് മതി, അതിനെ ഫ്രീസറിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്, ഒരു 6 മണി കഴിഞ്ഞു എന്തായിരുന്നാലും. അപ്പോൾ കട്ട്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കട്ട്ലേറ്റ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ ഒരു കുഴിവുള്ള പാത്രം ഉണ്ടല്ലോ, അതിന് കടായി കൊടുത്ത് അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് മുങ്ങി കിടന്ന് പൊരിയത്തക്ക പാകത്തിലാണ് ഇങ്ങനെ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ നല്ലൊരു കളറായി കിട്ടും. ഇതിപ്പം ചില സമയത്ത് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കുറച്ചൊരു കളർ മാറ്റങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും അത് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഒന്ന് അതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. തണ്ണിമത്തങ്ങ ജ്യൂസാണ്, നോർമലായിട്ടുള്ളൊരു ജ്യൂസ്, വെള്ളവും പഞ്ചസാരയും ചേർക്കാതെ ജസ്റ്റ് ആ ഒരു തണ്ണിമത്തങ്ങ അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. പിന്നെ കസ്കസ് കുതിർത്തും അതിന് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ നിറയെ അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഓരോന്നും നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പരസ്പരം ഒട്ടി പിടിച്ചിട്ട് കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് ഒരു സൈഡൊന്നായി വന്ന സമയത്ത് ഞാൻ തിരിച്ചു വെച്ചു. രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് കളറാക്കി ഒന്ന് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കച്ചപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ടേബിളിലോട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം ഭാഗം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. ഒരു ജ്യൂസും ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും ഒരു എന്തെങ്കിലും സ്നാക്സ് ഒന്നൊക്കെ കഴിച്ചാൽ മതിയാകും. വേറെ നല്ലോണം ഫില്ലാവും. പിന്നെ ഒരു 8-8:30 മണിയൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ അടുത്തുള്ള ഫുഡ് കഴിക്കുന്നത്. വിശപ്പുണ്ടെങ്കിലേ കഴിക്കുള്ളൂ, വിശപ്പില്ലെങ്കിൽ അതും കഴിക്കില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മട്ടൻ കറി ഉണ്ടായിരുന്നു, അപ്പം തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കൂടെ തന്നെ അൽഫാമും ഉണ്ടായിരുന്നു കേട്ടോ. അതാ നമ്മുടെ ചെറിയൊരു നോമ്പ് തുറയാണ്, ചെറിയൊരു റെസിപ്പിയാണ് കാണിച്ചത്. ആ ഒരു വീഡിയോയും റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.